ഞാൻ ചോദിക്കാൻ മറന്നു, ഈ കുടുംബമായിട്ട് നമ്മുടെ ഈ സുപ്രഭാതത്തിൽ വന്നപ്പോൾ അത് ആരൊക്കെയാണെന്ന് പറഞ്ഞില്ല, ഒന്ന് പരിചയപ്പെടുത്തിയത് നന്നായിരുന്നു. ആ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന 2 മക്കളാണെന്ന് തോന്നുന്നു. ഇത് അതെ അതെ, മൂത്ത ആള് അർച്ചന, രണ്ടാമത്തെ ആള് അനുപമ, ഇത് ഹസ്ബൻഡ് ജോയ്, ഇതെൻ്റെ അമ്മയാണ് എൽസി, എൻ്റെ ബ്രദർ സുനിൽ. ഈ ഹസ്ബൻഡിന് രാഷ്ട്രീയമായിട്ട് വല്ല ബന്ധമുണ്ടോ? അദ്ദേഹം ഏത് മേഖലയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? രാഷ്ട്രീയമായിട്ട് നിലവിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നല്ലാതെ രാഷ്ട്രീയത്തിൽ ബ്ലോക്ക് സെക്രട്ടറിയാണ്. അല്ലാതെയുള്ള രാഷ്ട്രീയമൊന്നുമില്ല. ബിസിനസ്സാണ്, ചെറിയ കടയുണ്ട് ഞങ്ങൾക്ക്, പിന്നെ ഒരു ചെറിയ ഒരു ഇലക്ട്രിക്കൽ കമ്പനിയൊക്കെ, അതൊക്കെ ആയിട്ട് ബ്രദറും ഹസ്ബൻഡും അതിൻ്റെയൊക്കെ കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഈ ദീപ്തി ചേച്ചിയുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കരുതുന്നു. ദീപ്തി മേരി വർഗീസ് ചെറുതായിട്ട് ഉടക്കി നിൽക്കുകയായിരുന്നു. പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചോ? ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ട് ഞാനും ദീപ്തിയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഇന്നലെ പോയി കണ്ടിരുന്നു, സംസാരിച്ചു. ഇപ്പോൾ 3 പേരുണ്ടായിരുന്നു. 3 പേര് വന്നാലും 6 വന്നാലും ഞങ്ങളത് അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് നേരത്തെ തന്നെയുള്ള ഞങ്ങളുടെ തീരുമാനമാണ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ ടീം UDF ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. അല്ല, ഈ നമ്മുടെ ഈ കൊച്ചിൻ കോർപ്പറേഷൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഇങ്ങനെ അസ്വാരസ്യങ്ങൾ തളം കെട്ടി കിടക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് 3-4-5 ദിവസങ്ങളായി. മാത്രമല്ല, അതിൻ്റെ ഒരു വേദന ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളുമായി പങ്കിടുകയും ചെയ്തു. അപ്പോൾ ആ അസ്വാരസ്യങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞോ? ചെറുതായിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ചിരിയൊക്കെ മിനിമോളുടെ മുഖത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. SKN ഞങ്ങൾ തമ്മിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ ടൈമിൽ ഞാനും ദീപ്തിയും 38, 39, 40 തൊട്ടടുത്തടുത്ത ഡിവിഷനിലായിരുന്നു ഞങ്ങൾ കൗൺസിലേഴ്സ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പല കാര്യങ്ങളും ആലോചിച്ച് ഒരുമിച്ച് തീരുമാനിച്ച് ചെയ്യുന്ന ആളുകളാണ്. ഒരേ മണ്ഡലത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പാലാരിവട്ടം മണ്ഡലത്തിൽ തന്നെയാണ് ദീപ്തിയും ഞാനും കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തമ്മിൽ യാതൊരു വ്യക്തിപരമായ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ദീപ്തി ഞങ്ങളുടെ എല്ലാം നേതാവാണ്, എൻ്റെയും നേതാവാണ്. അപ്പോൾ അത് ഞങ്ങളെല്ലാം അത് അംഗീകരിക്കുന്നുണ്ട്. ദീപ്തി എന്ന വ്യക്തി, എന്ന ലീഡറെ ഞങ്ങളെല്ലാവരും അംഗീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.